ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം ഓർമ്മയായിട്ട് ഇന്നേക്ക് 9 കൊല്ലമാകുന്നു. നമ്മളോട് സ്വപ്നം കാണാൻ പറഞ്ഞ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ലോകമറിയുന്ന ഇന്ത്യയിലെ മിസൈൽ സയൻറ്റിസ്റ്റ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്ന സാധനമല്ല സ്വപ്നം, നിങ്ങളെ ഉറക്കാതാക്കുന്നതായിരിക്കണം സ്വപ്നമെന്നാണ് അദ്ദേഹം ഇന്ത്യൻ ജനതയോട് പറഞ്ഞത്. നമ്മുടെ ജനതയെ പ്രചോദിപ്പിക്കുകയും വികസന സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത വ്യക്തിപ്രഭാവമായിരുന്നു ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം. ഇന്ത്യയുടെ ഏറ്റവും ജനപ്രിയനായിരുന്ന രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം. 3,000 years back in Tamil classic Purananur, he says, Yadum Ure Yavarum Kelir, which means, I am a world citizen, every citizen is my own kith and kin, he said 3,000 years back. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. ഇന്ത്യൻ യുവതയെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യന്റെ വാക്കുകളാണ് ഇത്. ഇന്ത്യ കണ്ട ഏറ്റവും ജനപ്രിയനായ രാഷ്ട്രപതി ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് ഇത്. ഹൃദയവിശുദ്ധിയെപ്പറ്റിയും കർമ്മോത്സുകതയെപ്പറ്റിയും സ്ഥിരോത്സാഹത്തെപ്പറ്റിയും ഇന്ത്യക്കാരോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു യോഗീവര്യനായിരുന്നു ഡോക്ടർ കലാം. അഗ്നിച്ചിറകുള്ള ധൈഷണിക വ്യക്തിത്വം. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് പത്രം വിതരണം ചെയ്ത് വിദ്യാഭ്യാസത്തിനുള്ള പണം കണ്ടെത്തിയിരുന്ന ബാലനിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയിലേക്കും ഇന്ത്യയെ പ്രചോദിപ്പിക്കുന്ന അതുല്യ വ്യക്തിത്വത്തിലേക്കുമുള്ള ഡോക്ടർ കലാമിന്റെ യാത്ര ഒരു പോരാട്ടമായിരുന്നു. ഓരോ പോരാട്ടവും ആ മനുഷ്യനെ കൂടുതൽ കൂടുതൽ ശക്തനാക്കിക്കൊണ്ടേയിരുന്നു. ഫൈറ്റർ പൈലറ്റ് ആകാനായിരുന്നു മോഹം. ഇന്ത്യയുടെ മിസൈൽ മാനായി പരിണമിച്ചു. ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണങ്ങളുടെ നേതൃത്വം വഹിച്ചതും തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെയും ബാലിസ്റ്റിക് മിസൈലിന്റെയും വികസനത്തിന്റെ ഏകോപന ചുമതല വഹിച്ചതും ഡോക്ടർ കലാമായിരുന്നു. Could you please tell us what made you to believe in the last bench student? Because I was the last bench. Even I too, sir. Sometime was the last bench. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായി ചുമതലയേറ്റെടുത്ത ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം രാഷ്ട്രത്തിന്റെ ഭാവിയെപ്പറ്റിയും രാജ്യത്തിന്റെ കരുത്തിനെപ്പറ്റിയും നിരന്തരം തലമുറകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. വിദ്യാലയങ്ങളിലെത്തി കുട്ടികളുമായി സംവദിക്കാൻ രാഷ്ട്രപതിയായിരുന്നപ്പോഴും സ്ഥാനമൊഴിഞ്ഞ ശേഷവും ഡോക്ടർ കലാം സമയം കണ്ടെത്തി. 83ാം വയസ്സിൽ 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ കുട്ടികളോട് സംസാരിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് ഉണരാത്ത ഉറക്കത്തിലേക്ക് നീങ്ങും വരേക്കും അത് തുടർന്നു. അഗ്നിച്ചിറകുകൾ, ജ്വലിക്കുന്ന മനസ്സുകൾ, അജയ്യമായ ആത്മചൈതന്യം, വിടരേണ്ട പൂമുട്ടുകൾ, നിർമ്മിക്കാം നല്ല നാളെ തുടങ്ങി തലമുറകളെ പ്രചോദിപ്പിക്കുന്ന എത്രയോ കൃതികൾ ഡോക്ടർ കലാമിൻ്റേതായിട്ടുണ്ട്. ലാളിത്യം കൊണ്ടും വിനയം കൊണ്ടും വിജ്ഞാനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കിയ അപൂർവ വ്യക്തിത്വത്തിനുടമയായാണ് ഇന്ത്യ ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാമിനെ ഓർമ്മിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. രാമേശ്വരത്ത് തമിഴ്നാട്ടിൽ രാമേശ്വരത്ത് ജനിച്ച ഈ കലാം എന്ന കുട്ടി രാഷ്ട്രപതി മന്ദിരത്തിലേക്ക് ചേക്കേറിയപ്പോഴും അദ്ദേഹത്തിൻ്റെ ലാളിത്യ ഭാവത്തിന് ഒരു മാറ്റവും വന്നില്ല. ഒരുപക്ഷേ ഈ ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ റോഡിലൂടെ പോകുന്ന തുമ്പ ISROയിലെ എഞ്ചിനീയറായ കലാമും രാഷ്ട്രപതി ഭവനിൽ വന്ന പ്രസിഡൻറ്റും തമ്മിൽ വ്യത്യാസമില്ലായിരുന്നു. ഈ പറഞ്ഞത് തന്നെ പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നത് തന്നെ പറയുക. ഇങ്ങനെയൊരു രാഷ്ട്രപതി, ഭരണഘടനയുടെ 100% കൂറു പുലർത്തിയ ശാസ്ത്രജ്ഞൻ എന്ന് മാത്രവുമല്ല, അഴിമതി അല്ലെങ്കിൽ സ്വജനപക്ഷപാതം ഈ സാധനത്തിന് ഒരിക്കലും കുടപിടിച്ച് നൽകാത്ത ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു ഡോക്ടർ എ.പി.ജെ. നമ്മൾ അദ്ദേഹത്തെ സ്മരിക്കുന്നു. ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന വിസ്മയമാണ് ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം.